നമസ്കാരം, ഞാൻ എത്തിയിരിക്കുന്നത് റാസൽ കൈമയിൽ മെഹജിബിൻ്റെ അടുത്താണ്. മെഹജിബിൻ എഴുത്തുകാരിയാണ്. അപ്പം മെഹജിബിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നമസ്കാരം. നമസ്കാരം. രണ്ട് പുസ്തകങ്ങൾ എഴുതി. അതായത് ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മ കുറിപ്പുകളായിട്ടുള്ള ഒരു ഇതായിരുന്നു അല്ലേ? എങ്ങനെയാണോ എഴുത്തിലേക്ക് വന്നത്? എഴുത്തിലേക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ചെറുകഥ എഴുതിയത്. കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മാതൃസ്നേഹം എന്ന് പറഞ്ഞിട്ട് അമ്മയെ കുറിച്ചിട്ട്. അതിനെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു. പിന്നെ ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും, എഴുതും. അപ്പോൾ എല്ലാത്തിൻ്റെയും പേരുകളൊന്നും ഓർമ്മയില്ല, പക്ഷേ ഫസ്റ്റ് സ്റ്റോറി നല്ല ഓർമ്മയിലുണ്ട്. അങ്ങനെ അന്നാണ് 3rd സ്റ്റാൻഡേർഡിൽ നിന്നാണ് പിന്നെ ഒരു ഇതായിട്ട് സ്കൂളിലെ മാഗസിൻസിലും അങ്ങനെയൊക്കെ എഴുതി തുടങ്ങിയത്. എവിടെയാണ്, നാട്ടിലെവിടെയാണ് സ്ഥലം? ഞാൻ കാലിക്കറ്റാണ്, കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. താമരശ്ശേരി നമ്മൾ സിനിമയിലേക്ക് അത്രയും വളരെ ഫേമസ് അതെ താമരശ്ശേരി ചുരം അല്ലേ? അപ്പം ഏത് സ്കൂളിലും കോളേജ് എങ്ങനെയായിരുന്നു അത്? സ്കൂൾ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയും, ഒരു NIAT ഇല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു സ്കൂളാണ്. അപ്പോൾ അവിടെയാണ് സ്കൂളിങ് 12th വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് MES കോളേജിൽ, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അൽഫാറൂഖിൽ, അങ്ങനെയൊക്കെ ആയിട്ട് ആണ് കോളേജ്. കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ തന്നെയായിരുന്നു എഡ്യൂക്കേഷൻസ് ഒക്കെ. ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. അതെ, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വന്നിട്ട് എല്ലാ വർഷവും ഇങ്ങനെ വന്നിട്ട് ഒരു നമുക്ക് ആദ്യം ബുക്കിഷിലാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ സ്വന്തമായിട്ട് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതാന്ന് വിചാരിച്ചത്. അപ്പം ഈ ആദ്യമായി പുസ്തകം എഴുതണമെന്ന് തോന്നാനുള്ള മെയിൻ കാരണം നമ്മുടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പോയുള്ള ആ ഒരു അനുഭവങ്ങൾ തന്നെയാണ്. അതായത് പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത് അപ്പോഴാണ്. അല്ലാതെ ഉണ്ടായിരുന്നു, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി എന്തെങ്കിലും. പക്ഷെ അന്നൊക്കെ ഞാൻ ഈ പുസ്തക പ്രകാശനം സ്വന്തമായിട്ടൊരു പുസ്തകമൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചത് അത് വലിയൊരു ടാസ്ക് ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷെ അത് കുറച്ച് ഈസി ആക്കി തന്നത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ആണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതാനുള്ള ഇത് മനസ്സിലുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതണം ഇല്ലേ? അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഈ മമ്മൂട്ടിയുടെ എല്ലാവർക്കും ഇഷ്ടമാണ്, സ്നേഹമാണ്. നമ്മുടെ പ്രവാസികൾ മലയാളികൾക്കെല്ലാം ലോകത്തെവിടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമായിട്ട് കൊണ്ടുവരണമെന്ന് എന്തുകൊണ്ട് തോന്നി? അത് ഞാൻ പറയില്ല, ഞാൻ ആദ്യം എഴുതിയ ചുരമിറങ്ങി വരുന്ന ഓർമ്മകൾ എന്നുള്ള പുസ്തകമായിരുന്നു കേട്ടോ. ഞാൻ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഡയറക്ടർ ലാൽജോ സാറാണ് അത് പ്രകാശനം ചെയ്തിരുന്നത്. അപ്പോൾ ആ ഓർമ്മക്കുറിപ്പിൽ ഒരു ടോപ്പിക്കായിരുന്നു മമ്മൂക്കയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. പിന്നെയാണ് അത് എഴുതിയപ്പോഴാണ് എനിക്ക് തോന്നിയതിന് മമ്മൂക്കയെ കുറിച്ച് മാത്രമായിട്ടൊരു പുസ്തകം എഴുതാന്ന്. അങ്ങനെയാണ് പിന്നെ ആ ഒരു പുസ്തകം ഉണ്ടാവുന്നത്. ഇത് മമ്മൂക്കയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തല്ലേ? അതെ, കൊടുത്തു. ആ ഒരു അനുഭവം പറയാമോ? അത് ആക്ച്വലി ഞാൻ ആദ്യം പുസ്തകം വേറൊരാൾ വഴിയാണ് എത്തിച്ചത്. അതിന് മുൻപേ പുസ്തകം എത്തിയിട്ടുണ്ട് മമ്മൂക്കാക്ക്. പക്ഷേ എനിക്ക് നേരിട്ട് കൊടുക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം 2 വർഷം മുൻപ് എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റി. എന്ത് പറഞ്ഞു മമ്മൂക്ക? അറിയാലോ, പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയില്ല, എന്നാലും ഇയാളാണല്ലേ എന്നെ കുറിച്ചിട്ട് എഴുതിയത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും അത് മമ്മൂക്കാക്ക് കൊടുക്കാൻ പറ്റി. അത് വലിയൊരു എന്താ പറയുക, വലിയൊരു അനുഭവമായിട്ട് എടുക്കുന്നു. എന്തൊക്കെയാണ് മമ്മൂക്കയെ കുറിച്ച് എഴുതിയത്? മമ്മൂക്കയെ കുറിച്ച് ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് അത്. ഞങ്ങൾ 35 ലേഡീസ് എഴുതിയ പുസ്തകമാണ്, ഞാൻ എഡിറ്റ് ചെയ്തതാണ്. അതിനകത്ത് നമ്മുടെ ഫിലിം സ്റ്റാർസ് ഉണ്ട്, കുറേ നടികളുണ്ട്, പിന്നെ റൈറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഖത്തറിൽ, സൗദിയിൽ, ഷാർജ, നാട്ടിൽ, എല്ലാ അവിടേക്കുള്ള റൈറ്റേഴ്സ് ഉണ്ട്. 35 വനിതകളെ ഉൾപ്പെടുത്തി അവരുടെ മമ്മൂക്കയായിട്ടുള്ള ഒരു ഇതാണ് വ്യത്യസ്തമായ. അത് ഓരോരുത്തർ എഴുതിയതും വ്യത്യസ്തമായിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ്. എന്തുകൊണ്ട് മമ്മൂക്കയെ കുറിച്ച് തന്നെ ഇങ്ങനെ എഴുതണമെന്ന് തോന്നി? മോഹൻലാലിനെ കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല? തീർച്ചയായിട്ടും മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാൽ എനിക്ക് ഇഷ്ടമുള്ള നടനാണ്. പക്ഷേ മമ്മൂക്ക എന്ന് പറയുമ്പോൾ അത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ്. എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതൽ, ഒരു 6 വയസ്സ് മുതൽ മമ്മൂക്കാനെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പാരൻസ് ഞങ്ങൾ മൂവിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ മമ്മൂക്കയുടെ മൂവി അല്ലാതെ വേറൊരു മൂവി ആർക്കും കാണാൻ പറ്റില്ല. ഞാനുണ്ടെങ്കിൽ ഞാൻ വാശി പിടിക്കും അത് തന്നെ കാണണമെന്ന്. അങ്ങനെയാണ്, ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടമാണ്. ഒരിക്കൽ മമ്മൂക്ക ഏതോ ഒരു മൂവിയിൽ മരിക്കുന്നതുണ്ട്. അപ്പോൾ അത് പേര് ഞാൻ മറന്നു ആ പടത്തിൻ്റെ. എന്നിട്ട് ഞാൻ ഇത്ര ആഴ്ചകളോളം ശരിക്കും ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്നിട്ട് എൻ്റെ ഉപ്പ എന്ത് പറഞ്ഞു, നേരിട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നു ഒരു സെറ്റിൽ വെച്ചിട്ട്.
മുക്തി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിട്ട് കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ദേ ആള് മരിച്ചിട്ടൊന്നുമില്ല, ജീവിച്ചിരിപ്പുണ്ട്. ആ ഒരു കാര്യം മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്ക അന്ന് എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ, വിവരങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അന്നാണ് ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്നത്. ഓക്കെ. അത് എത്ര പ്രായം ഉണ്ടായിരിക്കും? അന്ന് ഞാനൊരു 5th സ്റ്റാൻഡേർഡിലാണ് കണ്ടു പഠിക്കുന്നത്. 4th or 5th ആണ്. ആ സമയം മുതൽ ഇത്ര ഇഷ്ടമാണ്? അത്ര ഇഷ്ടമാണ്. ഓക്കെ. അപ്പം മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ കാണുകയും അതിലൂടെ മമ്മൂക്ക തന്നെയാണ് നമ്മുടെ ഉള്ളിൽ. അതെ അതെ, ഒരു സമയത്ത് അതന്നെയായിരുന്നു, മമ്മൂക്കയായിരുന്നു. അത് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു മമ്മൂക്കാൻ്റെ അടുത്ത്, ഭയങ്കര സ്നേഹമായിരുന്നു. ചിലപ്പോൾ പാരൻസിന് മമ്മൂക്കാനായിരിക്കും ഏറ്റവും ഇഷ്ടം. അവരതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമല്ലേ, വെറുതെ ഒരാളോട് നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന മൂവീസൊക്കെ കൂടുതലും മമ്മൂക്കാൻ്റെ ആയിരിക്കും. അതുപോലെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഈ മമ്മൂക്കയുടെ അടുത്ത് ആദ്യമേ എന്തോ ഇഷ്ടമുണ്ടായിരുന്നു? അവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഈ സ്നേഹത്തിന് മുന്നിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ മമ്മൂക്ക തന്നെയാണ്. പക്ഷേങ്കിലും എൻ്റെ ഈ സ്നേഹം എന്നിട്ട് ആദ്യമൊക്കെ അവരത് തമാശയാക്കി, പിന്നെ ഭയങ്കര സ്നേഹം, എനിക്ക് ഭയങ്കര സ്നേഹം തോന്നിയപ്പോഴാണ് കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നത് മമ്മൂക്കാനെ. ഇത് എപ്പോഴായിരുന്നു കല്യാണം? കല്യാണം 2006 ജാനുവരിയിൽ. ജാനുവരി 8. കല്യാണം കഴിഞ്ഞ് ഇക്കയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടമാണെന്ന്? ഇക്കയുടെ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടൊന്നും അല്ല പറഞ്ഞത്, അതിന് മുൻപേ പറഞ്ഞു. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കല്യാണം ഉണ്ടാവും. അപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്താ പറയുക, നമ്മളെ പറ്റിയിട്ട് പറയല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ, പാട്ടുകൾ, അങ്ങനെ ഓരോന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് മമ്മൂക്കാൻ്റെ കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിഞ്ഞാലും എന്നെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സിനിമ കാണാനൊക്കെ പോകാറുണ്ടോ? കാണാൻ പോകാറുണ്ട്. ഈ 35 സ്ത്രീകളെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടിയത് ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഒരു കാര്യമായിട്ട്? ഇങ്ങനെ ഒരു പുസ്തകം ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മക്കുറിപ്പ് എഴുതിയതിനേക്കാളും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തത് ഇതിനാണ്. കാരണം നമ്മുടെ ഈ ഹീറോയിൻസ് അവരൊക്കെ എനിക്ക് വോയിസ് ക്ലിപ്പായിട്ടാണ് അയച്ചു തന്നത്. അതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തു. അതേപോലെ എല്ലാവരെയും ഞാൻ ഡയറക്റ്റ് പരിചയമുള്ളതല്ല, പലര് വഴിയായിട്ടും എനിക്ക് കോണ്ടാക്ട്സ് അയച്ചു തന്നിട്ട് കിട്ടിയതാണ്. നാട്ടിലുള്ള നമ്മുടെ കുറേ അത്യാവശ്യം അറിയപ്പെടുന്ന കുറേ റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പലരിന്നും നമ്പേഴ്സ് കിട്ടിയിട്ടും പേഴ്സണലി അറിയുന്നവരും, പിന്നെ കുറേ നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിൽ കുറേ പേര് വരാറുണ്ടല്ലോ നാട്ടിൽ നിന്നൊക്കെ, അങ്ങനെയൊക്കെ ആയിട്ട്. ഇതൊരു വലിയൊരു അനുഭവമായിരിക്കും അല്ലേ? കാരണം പറഞ്ഞാൽ പലരുടെയും മമ്മൂക്കയായിട്ട് അടുത്ത് സഹകരിച്ച ആൾക്കാരുണ്ട്, മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ അഭിനയിച്ചവരുണ്ട്, മമ്മൂക്ക ഉള്ളിൽ തന്നെ പ്രണയിക്കുന്നവരുണ്ടാവും. അവരുടെ എല്ലാം കൂടെ ഒരു കോർത്തിണക്കി ഒരു പുസ്തകമാക്കി ആൾക്കാരിലേക്ക് എത്തിച്ചു. അതൊരു വലിയ വിജയം തന്നെയാണ്. അതെ, അതിൽ ഓരോരുത്തരും എഴുതിയതിൽ എല്ലാവർക്കും ഇതേപോലെ പ്രണയമുള്ളവരുണ്ട്, സ്നേഹമുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ അനുഭവങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ, നല്ല രസമാണ് അത് വായിക്കാൻ, എല്ലാ ടോപ്പിക്സും. ഇനി അടുത്ത് ഏത് പുസ്തകമാണ്? ഇനിയിപ്പോൾ എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പായി, ഇനി ഒരു എഡിറ്റ് ചെയ്ത പുസ്തകമായി, ഇനി എനിക്ക് ഒരു ചെറുകഥകൾ അല്ലെങ്കിൽ നോവൽ എഴുതണമെന്നാണ് ആഗ്രഹം. അത് രണ്ടും ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണ് ഡിസൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് തീരുമാനമായിട്ടില്ല. പിന്നെ മറ്റു കുറേ തിരക്കുകൾ കാരണം എഴുത്ത് അധികം അങ്ങനെ പറ്റത്തില്ല. ഇടയ്ക്ക് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാട്ടിൽ നിന്ന് എഴുത്ത് എനിക്ക് നടക്കാറില്ല. നാട്ടിൽ കുറച്ച് ബിസിയാണ്. ഉപ്പ ഇല്ല, ഉമ്മ ഒറ്റയ്ക്കാണ് ഉള്ളത്. അപ്പം നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഓരോരോ ആവശ്യങ്ങളുണ്ടാകും. കാരണം ഇപ്പം ഞാനാണ് വീട്ടിൽ മെയിൻ ആൾ, പിന്നെ എപ്പോഴെങ്കിലും അല്ലേ ചെല്ലുന്നത്. അപ്പോൾ 100 കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എഴുത്ത് ഇവിടെ എല്ലാ ജോലികളും ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എഴുതാൻ കുറേയും കൂടെ ബെറ്റർ ആയിട്ടൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ, പീസ്ഫുൾ മൈൻഡും കുറേയും കൂടെ ടൈം കിട്ടുന്നത് എനിക്ക് ഇവിടെയാണ്, റാസൽ കൈമയിൽ. അത് ഈ പറയും പോലെ പ്രവാസത്തിൽ കിട്ടിയ ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല. കുടുംബം, ഹസ്ബൻഡ് നാസർ ബിസിനസ്സാണ് ഇവിടെ റാസൽ കൈമയിൽ തന്നെ. പിന്നെ സോഷ്യൽ വർക്കറാണ്. പിന്നെ ഒരു മോനാണ് ഉള്ളത്, അവന് കിയാനോഷ് 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്, ജെംസ് സ്കൂൾ, വെസ്റ്റ്മിൻസ്റ്റർ സ്കൂൾ, റാസൽ കൈമയിൽ. ഓക്കെ. മമ്മൂക്കയെ ആദ്യമായി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം വലിയൊരു സെലിബ്രിറ്റിയാണ്, നമ്മൾ ആഗ്രഹിച്ച് അടുത്തേക്ക് കാണാൻ പോകുന്നത്. അപ്പോഴുണ്ടായ ഒരു മനസ്സിൻ്റെ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും വല്ലാത്തൊരു അനുഭവമായിരുന്നു. കുറേ സമയം വെയിറ്റ് ചെയ്തു. ആ ഒരു ഹോട്ടലിൽ നിന്നാണ് കണ്ടത്, ഷാർജ ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ച്. അപ്പോൾ ആള് റൂമിൽ നിന്ന് കോറിഡോറിലൂടെ നടന്നു വരുമ്പോൾ ശരിക്കും എൻ്റെ കൈയും കാലൊക്കെ തളർന്ന പോലെ തോന്നി. എനിക്ക് ബുക്ക് കൊടുക്കണം, സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം കുറച്ചെങ്കിലും എന്നൊക്കെ വിചാരിച്ചു. ആളെ അടുത്ത് നടന്ന് എത്തിയപ്പോൾ ഇത് കൂടെ ഉണ്ടായിരുന്നു, ആൻഡോ ജോസഫ് സാർ അവരൊക്കെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പം ബുക്ക് കൊടുക്കാൻ പറഞ്ഞു. ശരിക്കും ഞാൻ ബുക്ക് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാതെ നിൽക്കുകയായിരുന്നു. എനിക്ക് ആകെ കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റോ ആൻസൈറ്റിയോ. അപ്പം മമ്മൂക്കാണ് ഇങ്ങോട്ട് പറഞ്ഞത് ബുക്ക് ഇതേ ഇരിക്കുന്ന കയ്യിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആള് തന്നെ ബുക്ക് വാങ്ങിച്ചു, പിന്നെ ഫോട്ടോ എടുത്തു,
പിന്നെ 1-2 കാര്യങ്ങളൊക്കെ സംസാരിച്ചു പുസ്തകം എഴുതിയതിനെ കുറിച്ചൊക്കെ. അത്ര തന്നെ. ശരിക്കും അത് കഴിഞ്ഞിട്ടും പിന്നെ ഭയങ്കര വിഷമം വന്നു എനിക്ക്. വിചാരിച്ച പോലെ ഒന്നും ഇനി എപ്പോഴും കാണാൻ കിട്ടുന്ന ആളല്ലല്ലോ. ഒന്നും വിചാരിച്ച പോലെ ചോദിക്കാൻ പറ്റിയില്ലല്ലോ, സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള. ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്തല്ല, നമ്മൾ പ്രതീക്ഷിക്കാൻ നമുക്ക് കാണാൻ പറ്റുമെന്ന്. പക്ഷെ ആ സമയം അടുത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ നമ്മളിപ്പം ജീവിതത്തിൽ കാലഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കടന്നു പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതായിരുന്നു? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ജീവിതത്തിൽ ഇപ്പം ഇത്രയും ജീവിച്ച് കുറേ നല്ല സമയങ്ങൾ ഉണ്ടാവും. അപ്പം പിന്നെ യാത്രകൾ എനിക്ക് ഭയങ്കര, എൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര പാഷനാണ് യാത്രകൾ പോകുന്ന ഓരോ യാത്രയായാലും അത് ഭയങ്കര ഒരു മൊമെൻ്റാണ് എനിക്ക്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് യാത്രകൾ പോവുക. ആ പോവാനുണ്ടാവുമ്പം ഇപ്പം നമ്മളിപ്പോൾ നെക്സ്റ്റ് വീക്കാണ് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ദിവസം മുതൽ തന്നെ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറയും, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം 2-3 ദിവസം മുമ്പെങ്കിലും എന്നോട് പറയണം. അത്രയും സന്തോഷിക്കാനുള്ളൊരു യാത്രകൾ, ഗസലുകൾ, ഇതാണ് എനിക്ക്. പിന്നെ എഴുത്ത്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ. പാട്ട് പാടുമോ? പാട്ട് അങ്ങനെ പാടില്ല. നമുക്ക് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലൈറ്റ് മ്യൂസിക്, ചെറിയ ചെറിയ പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്. എന്നാലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ പാട്ട് പഠിക്കാനായിട്ട് ബാബുരാജ് മ്യൂസിക്കൽ അക്കാദമി ഉണ്ട് കോഴിക്കോട്, അവിടെ പോയി. പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോയി. ഇപ്പൊ പിന്നെ ഞാനത് വിട്ടു. ആഗ്രഹമുണ്ട് അങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഇത്. പഠിക്കുക, കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുത്. നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മളത് ചെയ്തിട്ട് അത് എഴുതുക. എത്ര പ്രായത്തിലും ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. മ്യൂസിക്, ഡാൻസ് പഠിക്കുന്നവരുണ്ട്. പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ കാലഘട്ടത്തിൽ, ഇപ്പോൾ കുട്ടിയായിരുന്നപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുട്ടിയായപ്പോൾ ചെയ്യും. പക്ഷെ മുതിർന്നതിന് ശേഷം നമുക്ക് എനിക്ക് ഇന്നതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് ഭയങ്കര ഒരു വിഷമമാണ്, കുറ്റബോധം. അതെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം ആയിട്ട്, അതായത് നമ്മളിപ്പം മക്കളുണ്ട്, അവരെ കല്യാണം കഴിച്ചു, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച പലതും നടക്കില്ല. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ഒന്നും ഒരുപാട് പാഷനും സ്കില്ലും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇപ്പോഴും അവർ ഇങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം കുറേ പേരെ. അപ്പം തീർച്ചയായിട്ടും എല്ലാ നന്മകളും നേരുന്നു. പുതിയ പുസ്തകങ്ങളുമായിട്ട് വീണ്ടും വരിക. അതുപോലെ തന്നെ യാത്രകൾ ഒരുപാട് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു. ഒരുപാട് സന്തോഷം. നന്ദി.